രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിനകത്തേക്ക് കയറി ആ വീട്ടിനകത്തേക്ക് കയറി സമരം ചെയ്യാൻ പത്തനംതിട്ടയിലെ SFI തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കരുത്തുള്ള സംഘടനയാണ് ഈ പത്തനംതിട്ടയിലെ SFI എന്ന കാര്യത്തിനകത്ത് ഒരാൾക്കും ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി വളരെ സമാധാനപരമായിട്ട് വളരെ കുറച്ച് വിദ്യാർത്ഥികളെ മാത്രം ഈ പ്രദേശത്തിനകത്തെ വിദ്യാർത്ഥികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി ഒരു യോഗം സംഘടിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് അതിജീവിത പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിനകത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇന്നു മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ആ അതിജീവിത ഇത്രയും നാൾ പരാതി കൊടുക്കാതിരുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ആ പരാതിയുടെ FIR പുറത്തു വന്നിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കകത്താണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ആ FIRൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത്. എന്താണ് ആ FIR പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു തെമ്മാടിയായ MLA ആ പെൺകുട്ടിയെ, ആ അതിജീവതയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ആ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മുൻപിൽ നേരിട്ടെത്തി പറയുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് എന്നതിനകത്ത് തൻ്റെ കൂട്ടുകാരനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ ചേർന്ന് നിരവധിയായ തവണ ആ പെൺകുട്ടിക്ക് നേരെ ഭീഷണി മുടക്കുന്ന സ്ഥിതിയുണ്ടായി. ആ പെൺകുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ബാംഗ്ലൂരിൽ നിന്നടക്കം ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൊണ്ടുവന്ന പത്തനംതിട്ടക്കാരനായ ഒരു വ്യവസായി. ആരാണവൻ? ആ വ്യവസായി എന്ന് പറയുന്നത് കേരളത്തിനകത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടവും മറ്റും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കട നടത്തുന്ന പത്തനംതിട്ടയിലെ പ്രമുഖനായ ഒരു വ്യവസായി. അവനാണ് ഈ ഗർഭചിത്രത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിന്നത്. അയാളുടെ നേതൃത്വത്തിൽ, രാഹുലിൻ്റെ തന്നെ നേതൃത്വത്തിൽ നിരവധി തവണ ഈ പെൺകുട്ടിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ ഉത്തരവാദിത്വം, വലിയ ഭീഷണി അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 3 തവണയാണ് പാലക്കാട്ടും തൻ്റെ വീട്ടിലുമടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതിൻ്റെ തൻ്റെ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തി വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നിരന്തരമായി ഉപദ്രവിക്കുന്ന സ്ഥിതി ഉണ്ടായി. മാനസികമായി തളർത്തുന്ന സ്ഥിതി ഉണ്ടായി. അയാളുടെ അധികാരത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്ന് പകച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ചുണ്ടായത്. വീണ്ടും ആ അതിജീവിത പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ട് പോലും അവരെ വളരെ ക്രൂരമായി സമൂഹത്തിന് മുൻപിൽ അപമാനിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിനകത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇങ്ങോട്ടേക്ക് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ പോലീസ് ബാരിക്കേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഞങ്ങളെ തടയുന്ന സ്ഥിതിയുണ്ടായി. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് SFI പ്രവർത്തകരെല്ലാം കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന തിരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. ആ പ്രവർത്തനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നിവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് ഈ പ്രതിഷേധം SFIയുടെ ഭാഗമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി വളരെ സമാധാനപരമായിട്ട് വളരെ കുറച്ച് വിദ്യാർത്ഥികളെ മാത്രം ഈ പ്രദേശത്തിനകത്തെ വിദ്യാർത്ഥികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി ഒരു യോഗം സംഘടിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിനകത്തേക്ക് കയറി ആ വീട്ടിനകത്തേക്ക് കയറി സമരം ചെയ്യാൻ പത്തനംതിട്ടയിലെ SFI തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കരുത്തുള്ള സംഘടനയാണ് ഈ പത്തനംതിട്ടയിലെ SFI എന്ന കാര്യത്തിനകത്ത് ഒരാൾക്കും ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം പറയാനാണ്. എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ഈ പറയുന്ന ഈ നാടിനകത്തെ സാംസ്കാരിക കേരളത്തിനകത്ത് അപമാനമായിട്ടുള്ള രാഹുലിനെ പോലുള്ള തെമ്പാടികളെ കേരളത്തിൻ്റെ മതേതര മനസ്സിനകത്ത് സാംസ്കാരിക മുഖമുള്ളെടുത്ത് നിർത്തിവെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല.